30/7 മുതൽ 29/8 വരെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ പേ സ്കെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന് നമ്മൾ കെമിക്കൽ സൂപ്പർവൈസർ ആ പോസ്റ്റിലേക്കല്ല നോക്കുന്നത്, ഓരോ പോസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അതായത് ഓരോരോ പോസ്റ്റിലേക്ക് എന്താണ് കൃത്യമായിട്ട് ഓരോ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഇത് നിങ്ങൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. SC ST മറ്റ് കാറ്റഗറിയിലൊക്കെ 250 ആണ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. സോ നിങ്ങൾ ഫീസ് 500 എന്ന് പറയുമ്പോൾ 500 ആവുന്നില്ല, അതിൽ 400 എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് വരുന്നുണ്ട്. ജെയിൻ്റെ കേസിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ കേരളം കൊടുക്കുന്നത് ഹെവി റിസ്ക് തന്നെയാണ് കേട്ടോ. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RRB JEE ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. RRB JEE ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. CEN 3/2024 റിക്രൂട്ട്മെൻറ്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഓഫ് JEE, DMS ആൻഡ് CMA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ജൂലൈ 30, അതായത് 30-ാം തീയതി മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസിംഗ് ഡേറ്റ് 29/8/2024. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, 29-ാം തീയതി വരെയാണ് അപ്ലിക്കേഷൻ ഉള്ളത്. സോ നമുക്ക് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിലവിൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്, അതേപോലെ എന്തെല്ലാം സർട്ടിഫിക്കറ്റിൽ കയ്യിൽ കരുതി വെക്കണം, ഈ ഒരു നോട്ടിഫിക്കേഷൻ സമയത്ത് നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ നോട്ടിഫിക്കേഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചില ഒബ്സർവേഷൻസുകളാണ് എനിക്ക് നിങ്ങളോട് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ഈ ഒരു പോയിന്റ്, ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, ഈ എക്സാമിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 30/7 മുതൽ 29/8 വരെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ പേ സ്കെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന് നമ്മൾ കെമിക്കൽ സൂപ്പർവൈസർ ആ പോസ്റ്റിലേക്കല്ല നോക്കുന്നത്, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ 35,400 ആണ് സാലറി വരുന്നത്. 7,951, അതിൽ തന്നെ 7,346 ആണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലുള്ളത് കേട്ടോ. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ 7,346 ആണ് വന്നിട്ടുള്ളത്. സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. സോ ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നൊരു അപ്ഡേറ്റ് തന്നെയാണ്. RRB JEE നിങ്ങൾക്ക് ഫൈനൽ ഇയേഴ്സിന് റിസൾട്ട് വന്നിട്ടുള്ള എല്ലാ ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാം. റിസൾട്ട് വരാത്തവർക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡിപ്ലോമൻ്റെ കേസിൽ റിസൾട്ടൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കേണ്ടത്. ഇനി റിസൾട്ട് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമാണ്, സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയാം. സർട്ടിഫിക്കറ്റ് നിലവിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ BTech സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ല. നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം, നിർബന്ധമായിട്ടും പാസ്സായിട്ടുണ്ടാവണം. കാരണം പാസ്സാവുന്ന ഡേറ്റൊക്കെ ആ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഇപ്പോൾ പാസ്സായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ടൈമിൽ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ നിലവിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. കാരണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ടൈമിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവർ ഈ പറഞ്ഞിരിക്കുന്ന BTechൻ്റെ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടാവുക. അപ്പം ഡിപ്ലോമക്കാർ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഡിപ്ലോമൻ്റെ റിസൾട്ട് ഒരു 1 വീക്കിനുള്ളിലൊക്കെ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അതാണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അടുത്ത ഈ നോട്ടീസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോസുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് നോക്കാം. ഇതിന് ഈ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏജിൻ്റെ കാര്യം അല്ലേ. ഏജിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അതാണ് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഏജിൻ്റെ കാര്യം ഒന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. 18 മുതൽ 36 വരെ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ റിലാക്സേഷൻ ഉണ്ടെങ്കിലും ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, OBC കാറ്റഗറിയിലാണെങ്കിൽ 36 അല്ല, പ്ലസ് ഒരു 3 കൂടി 39 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, OBC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 39 വയസ്സ് വരെയുള്ള ആളുകൾക്ക് OBC കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആ കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഈ നോട്ടീസിലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വരാം.
ഓക്കെ, സ്കെയിൽ ഓഫ് പേൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ കാര്യം ഒറ്റ സ്റ്റേജ് എക്സാം ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ നടത്താൻ കഴിയില്ല. കാര്യം RRB JEE എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. ഇത് 2 സ്റ്റേജ് എക്സാമിനേഷൻ തന്നെയാണ്. CBT 1ഉം CBT 2 തന്നെയാണ് ഇവിടെയും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. 2 സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ തന്നെയാണ് നടത്താൻ പോകുന്നത് കേട്ടോ. സോ അതിൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു എന്ന് വിചാരിക്കുകയാണ്. 2 ടയർ എക്സാമാണ്. അതേപോലെ സിലബസിൻ്റെ കാര്യത്തിൽ ചേഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ. ചേഞ്ചസ് ഒന്നും സിലബസിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. RRB JEE കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ അതേ സിലബസ് തന്നെയാണ് ഈ പ്രാവശ്യവും നടത്താൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, നോട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രിഫറൻസ് ജോബിൻ്റെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത്, റെയിൽവേയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസ്റ്റുകളുടെ പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം കേട്ടോ. അതായത് പല പല പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ PWA, അതേപോലെ തന്നെ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, അതേപോലെ മെയിൻ്റനൻസ്, ജനറൽ മെയിൻ്റനൻസ്, വർക്ക്ഷോപ്പ്, അങ്ങനെ പല പല കാറ്റഗറീസ് ഉണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ RRB JEE ആയിട്ട് ജീവിതകാലം മുഴുവൻ അതേ പോസ്റ്റിൽ തന്നെ നിൽക്കേണ്ടി വരും. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കുക. കാരണം എൻ്റെ കൂടെയൊക്കെ അപ്ലൈ ചെയ്ത പല ആളുകളും ജസ്റ്റ് വേക്കൻസി മാത്രം നോക്കിയിട്ട് കൂടുതൽ വേക്കൻസി ഒരു പോസ്റ്റ് കണ്ടാൽ അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കും. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമുക്ക് നല്ല മാർക്ക് JEEക്ക് നമ്മൾ നല്ല മാർക്കോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോസ്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ പ്രയോറിറ്റിയിൽ നമ്മൾ ഉദ്ദേശിച്ച പോസ്റ്റിനെ കിട്ടും. അപ്പോൾ നല്ല നല്ല പോസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് അറ്റ്മോസ്ഫിയറും വർക്ക് കൾച്ചറൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് അടുത്തൊരു പോയിന്റ് കേട്ടോ. സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ദെൻ എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ വേറെ വന്നിരിക്കുന്നത് നോക്കാം. പിന്നെ RRB JEEയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ ആരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പലതും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എൻട്രിയിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇവിടെ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് RRBയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് കേട്ടോ. ഇതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം എന്തെങ്കിലും ഇത് വിളിച്ചാൽ കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡറി ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് തവണയൊക്കെ ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ മേ ബി കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. rrb.help@csc.gov.in അതിലേക്ക് മെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട്, ക്വയറീസ് നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ ഈ 2 നമ്പേഴ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 9592001188 എന്ന് പറയുന്ന ഈ നമ്പറും മറ്റൊരു നമ്പറും കൂടിയുണ്ട്. ഈ 2 നമ്പേഴ്സുകളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം എന്തെങ്കിലും സംശയങ്ങൾ, ക്ലാരിറ്റികളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൽ വിളിച്ചന്വേഷിക്കാവുന്നതാണ് കേട്ടോ. യെസ്. ദെൻ മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് വരികയാണെങ്കിൽ, മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, 3-4 ലെവൽ ഓഫ് കാറ്റഗറിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, RRBയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തിനാണ് പല പല കാറ്റഗറി പറഞ്ഞതെന്ന് പറഞ്ഞുതരാം. അതായത് RRB JEEക്ക് പല പല പോസ്റ്റുകളുണ്ട്. ഓരോ പോസ്റ്റിൻ്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ പോസ്റ്റിനും ഒരേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല. കാരണം ചിലതിലൊക്കെ കുറച്ച് സ്ട്രെയിൻ ചെയ്യാനൊക്കെ ഉള്ളതുണ്ടാവും. അപ്പോൾ നല്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളതും അതുപോലെ വിഷനൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ സിഗ്നൽസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല വിഷൻ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. A3 ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്, C1 ഉണ്ട്. ഇങ്ങനെ 4 മെഡിക്കൽ സ്റ്റാൻഡേർഡാണുള്ളത്. ഇതിലെല്ലാത്തിലും ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഇതിൽ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിസർവേഷൻ കാറ്റഗറി ഉണ്ട്, അത് വേറെ ആയിരിക്കും. നോർമലി നമ്മൾ പറയുന്ന സമയത്ത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്റ്റ് എന്നുള്ളതാണ്. ഇനി വിഷൻ സ്റ്റാൻഡേർഡ്, അതാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് വിഷൻ 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. അതേപോലെ പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 2D എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മസ്റ്റ് നിയർ വിഷൻ എന്ന് പറയുന്നത് 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. മസ്റ്റ് പാസ് കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മീസോപ്പിക് വിഷൻ, ഇതെല്ലാം എന്തായിരിക്കണം, പാസ്സായിരിക്കണം. അതുകൊണ്ട് തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പോസ്റ്റുകളിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഈ പോസ്റ്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഈ B2 C1 കാറ്റഗറിയിലും എന്താണ് ഈ ഒരു കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലൊരു പക്ഷേ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ആധികാരികമായിട്ട് പറയുന്നില്ല. നോർമലി ഈ 2 പോസ്റ്റിൽ A3 B1 പോസ്റ്റുകളിലേക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതേപോലെ ഇതിലും വന്നിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്, പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 4D ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും അതേപോലെയുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ലെൻസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ്. ആ കൺഫ്യൂഷൻസ് വെച്ച് നമ്മൾ പഠിക്കാനിരുന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, നിങ്ങൾ ഇതിൽ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡിലാണ് വരുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള ഒരു നല്ല ഐ ഹോസ്പിറ്റലിൽ പോവുക. ആ ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളൊന്ന് എൻക്വയറി ചെയ്യുക, നിങ്ങൾ ഇതിൽ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡിലാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്
അവരുടെ അടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ നിങ്ങൾ A3 സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് A3 ആണെന്ന് നിങ്ങൾ പറയും, നിങ്ങൾ B1 ആണെങ്കിൽ B1 ആണെന്ന് പറയും. സോ ആ ഒരു കാറ്റഗറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്കൊരു കൺഫ്യൂഷനോ പേടിയോ ഒന്നും ഇല്ലാണ്ട് ഇതിനെ അപ്ലൈ ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. കാരണം ഒരുപാട് പേര് സംശയങ്ങളൊക്കെ വെച്ച് പഠിക്കുമ്പോൾ ഞാനിത് പാസ്സായിട്ട് അവസാനം ഈ വെരിഫിക്കേഷൻ്റെ ടൈമിൽ, മെഡിക്കൽ ടെസ്റ്റ് ടൈമിൽ നമ്മൾ ഫെയിലായി പോകുമെന്നുള്ള പേടിയോണ്ടൊന്നും ആരും പഠിക്കരുത്. നിങ്ങൾ അത് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, സോ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പിന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഏജിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അത് SC/ST 5 വർഷത്തെ റിലാക്സേഷൻ, OBCയിൽ 3 വർഷത്തെ റിലാക്സേഷൻ, പിന്നെ എക്സ് സർവീസ് മാൻ അവരുടെ റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഫീസ് വന്നിരിക്കുന്നത് 500 ആണ് കേട്ടോ. 500 ആണ് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. അതിൽ 400 റീഫണ്ട് വരും നിങ്ങൾ CBT 1 എക്സാം എഴുതി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ SC/ST മറ്റ് കാറ്റഗറിയിലൊക്കെ 250 ആണ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. സോ നിങ്ങൾ ഫീസ് 500 എന്ന് പറയുമ്പോൾ 500 ആവുന്നില്ല, അതിൽ 400 എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് വരുന്നുണ്ട് വൺസ് യു അപ്പിയർ ഫോർ ദ CBT 1 എക്സാമിനേഷൻ. ഓക്കെ, ഫീ പേയ്മെൻറ്റ് ഓൺലൈൻ മോഡ് ഓൺലി മാത്രമല്ല കേട്ടോ, ഓൺലൈൻ മാത്രമായിട്ടാണ് അടയ്ക്കാനുള്ളത്. യെസ്, ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മളിപ്പം ബോധർ ചെയ്യേണ്ട കാര്യം, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ അനാലിസിസ് ആയിരുന്നു ചെയ്തത്. ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ. ആ ഒരു നോട്ടിഫിക്കേഷൻ അനാലിസിസിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത് അല്ലേ. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ CBT 1, CBT 2 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. ടൈമിലൊന്നും മാറ്റില്ല, 90 മിനിറ്റ്സ് 100 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. CBT 1 സിലബസും ഞാൻ പറഞ്ഞു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, സെയിം സിലബസ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഞാൻ വീഡിയോസിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ എന്ത് ചെയ്യാത്തത്, ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പറയാത്തത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. യെസ്, ദെൻ സെക്കൻഡ് സ്റ്റേജ് CBT, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ടെക്നിക്കൽ നോൺ ടെക്നിക്കലായിട്ട് 150 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ്സ് ആണ് ഉണ്ടാവുക. ഇതിൽ ടെക്നിക്കലിൻ്റെ കേസിൽ വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതായത് ഇവിടെ വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ കമ്പ്യൂട്ടർ മോണിറ്റർ ഡ്യൂറിങ് സെക്കൻഡ് സ്റ്റേജ് CBT. അതായത് സെക്കൻഡ് സ്റ്റേജ് CBTയിൽ നിങ്ങൾക്ക് വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് അലോ ചെയ്യാണ്. ഇതിലൊരു പ്രശ്നം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് വിർച്വൽ കാൽക്കുലേറ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയുകയാണ്. ഒരു പക്ഷേ അവർ വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് അലോ ചെയ്തത് കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്യാനാണെങ്കിലോ എന്നുള്ളൊരു സംശയം കൂടി ഞാനൊന്ന് പറയാൻ കേട്ടോ. അത് ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു സജഷൻ നിങ്ങളെടുത്ത് പറയാണ്. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദ കമ്പ്യൂട്ടർ മോണിറ്റർ ഡ്യൂറിങ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. യെസ്, ദെൻ പല എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷനെ കുറിച്ച്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ഈ കാറ്റഗറി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ വരുന്നുണ്ട്. ദെൻ മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സ്ട്രീംസ്. ദെൻ ഇലക്ട്രിക്കലിലാണെങ്കിൽ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, കോമ്പിനേഷൻ ഓഫ് എനി ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്ന അതേപോലെ തന്നെയാണ് കേട്ടോ അലൈഡ് ബ്രാഞ്ചസ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ബ്രാഞ്ചസ് മാത്രം ഇതിൻ്റെ അലൈഡ് ബ്രാഞ്ചസും, അതായത് ഇതിൽ തന്നെ വരുന്ന അണ്ടറിൽ വരുന്ന മറ്റു ബ്രാഞ്ചസും അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്, സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ദെൻ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എക്സാം ഗ്രൂപ്പിൽ ഈ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതിൽ വന്നിട്ടില്ല അല്ലേ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതിൽ ഡയറക്റ്റ്ലി വന്നിട്ടില്ല. ബട്ട് ഈ ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്കും, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചസിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചസും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ദെൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ഫസ്റ്റ് സ്റ്റേജിന്. സെക്കൻഡ് സ്റ്റേജിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് വേക്കൻസിയുടെ 15 ടൈംസ് ആളുകളെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സെക്കൻഡ് സ്റ്റേജിലേക്ക്
എടുക്കുന്നുണ്ടാവുക, സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഉദാഹരണത്തിന് 10,000 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. 10,000 വേക്കൻസി ഇൻറ്റു 15 ചെയ്യും. അതായത് 1.5 ലക്ഷം ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. സോ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ സെക്കൻഡ് സ്റ്റേജിലേക്ക് സെലക്ഷൻ വരുത്തുന്നത് കേട്ടോ. സോ ആ നമ്പറിൽ അവർക്ക് വേണമെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം. പിന്നെ നോർമലൈസേഷൻ കാര്യങ്ങളുണ്ട്. അതായത് പല ഷിഫ്റ്റിലായിട്ട് എക്സാം നടത്തുമ്പോൾ എല്ലാവരെയും മാർക്ക് ഒന്ന് നോർമലൈസ് ചെയ്യുന്ന പ്രോസസ്സ് റെയിൽവേ സാധാരണയായിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട് അവരുടെ എക്സാംസുകളെല്ലാം. യെസ്, അപ്ലൈ ചെയ്യാനുള്ളത് ആ ഒരു നമ്മുടെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. സോ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്, അതായത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ആ സമയം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറയാം. അപ്പോൾ ഇത്രയും RRBsകളാണ്. അഹമ്മദാബാദ്, ചെന്നൈ, മുസാഫർപൂർ, ബാംഗ്ലൂർ, ഗുവാഹട്ടി, പ്രയാഗ്രാജ്, ഭോപ്പാൽ, ജമ്മു ശ്രീനഗർ, റാഞ്ചി, ഭുവനേശ്വർ, കൊൽക്കത്ത, സെക്കന്ദരാബാദ്, ബിലാസ്പൂർ, മാൽഡ, സിലിഗുരി, ചണ്ഡീഗഡ്, മുംബൈ, ട്രിവാൻഡ്രം, ഇത്രയും റീജിയൻസുകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ ഒരു സോണിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ്റെ മോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ഫൈനൽ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഇഫ് കാൻഡിഡേറ്റ് വൈസ് ഫർദർ മോഡിഫൈ ഓർ കറക്റ്റ് എക്സെപ്റ്റ് ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് എമൗണ്ട് ഇൻക്ലൂഡിംഗ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചൂസൻ RRB ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് അക്കൗണ്ട് ഫോം ഇൻക്ലൂഡിംഗ് മൊബൈൽ നമ്പർ ആൻഡ് ചൂസൻ RRB കനോട്ട് ബി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ALPൻ്റെ കേസിൽ ഇങ്ങനെ പറഞ്ഞിനും പിന്നെ വേക്കൻസി അപ്ഡേറ്റ് വന്നപ്പോൾ അവരൊരു ചാൻസ് കൂടി തരികയാണ് എന്നുള്ളത് മാത്രമാണ് അവിടെ എനിക്ക് പറയാനുള്ളത്. അതായത് RRB നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വൺസ് നിങ്ങൾ ട്രിവാൻഡ്രം എടുത്താൽ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവുള്ളൂ. വൺസ് നിങ്ങൾ ചെന്നൈ എടുക്കുകയാണെങ്കിൽ ചെന്നൈ മാത്രമായിരിക്കും നിങ്ങളുടെ കൺസിഡറേഷനിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ബാക്കിയുള്ള സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കൂടെ ഞാനതൊന്ന് റീഡ് ചെയ്യുന്നു മാത്രം. ഡിസബിലിറ്റീൻ്റെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഈ സമയത്ത് തന്നെ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതിന് മുന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ALPക്കൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. അതല്ല നിങ്ങൾ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളിപ്പോൾ OBC സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലിക്കേഷൻ ടൈമിൽ അവർ ചോദിക്കില്ല. എന്നാലും ഇപ്പോഴത്തെ ഡേറ്റിൽ അപ്ലിക്കേഷൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില RRB ഒക്കെ അത് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അത് അവർ റിജക്ഷന് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ സെലക്ഷൻ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. നിങ്ങൾ OBC ആണെങ്കിൽ OBC എന്നുള്ള ഇപ്പോഴത്തെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുക. എടുക്കുമ്പോൾ ഇതേ ഫോർമാറ്റിൽ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. ഇതേ ഫോർമാറ്റിൽ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഓക്കെ, പലരും ചോദിച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലും ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമെന്ന്. കൊടുക്കാൻ പറ്റുമൊക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് RRBക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ അന്ന് ഇങ്ങനെ ഈ ഫോർമാറ്റിൽ എടുത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള പഴയ സർട്ടിഫിക്കറ്റാണ് അന്ന് കൊടുത്തത്. ബട്ട് ഒരു 6 മാസത്തിന് ശേഷം, അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഒന്നുകൂടി എടുത്തു, അതായിരുന്നു കൊടുത്തത്. പക്ഷേ എനിക്ക് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചില ആളുകൾ മറ്റു റീജിയൻസിലൊക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞത് അത് ഇഷ്യൂ ആക്കിയിട്ടുണ്ടെന്നാണ്. ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് അന്ന് പോയത്. വെരിഫിക്കേഷൻ ടൈമിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാരണം റിജക്റ്റ് ആയി പോകുമെന്നുള്ളത്. കാരണം അപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തില്ലായിരുന്നു, RRBയുടെ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ RRBയുടെ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു 2-3 ദിവസം നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. സർട്ടിഫിക്കറ്റിന് വേണ്ടി മാറ്റി വെക്കുക. എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ OBC ആണെങ്കിൽ OBC, അതേപോലെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. SC ST ആയിക്കോട്ടെ, അതേപോലെ തന്നെ OBC ആയിക്കോട്ടെ, എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. ഡിസബിലിറ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെത് അതെല്ലാം ഈ RRBയുടെ അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഫാസ്റ്റായിട്ട് അത് മുന്നോട്ട് പോകാം. പിന്നെ സിലബസ് ആണ്. സിലബസ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബ്രാഞ്ചസിൻ്റെ ഫാക്കൽറ്റീസ് വന്ന് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇത് എന്താണ്, സിലബസ് ഫോർ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിങ്ങിൻ്റെ ആണ്. JEEൻ്റെ സിലബസ് സിവിലിൻ്റെ സിലബസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൻ്റെ സിലബസ് കാണാം, ഒരു മാറ്റവും വന്നിട്ടില്ല. അതേപോലെ തന്നെ ദെൻ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് ബ്രാഞ്ചസിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. സോ സിലബസിലൊന്നും എന്ത് വന്നിട്ടില്ല, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. യെസ്, ഓക്കെ, ദെൻ സിലബസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി
ഓരോ പോസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അതായത് ഓരോരോ പോസ്റ്റിലേക്ക് എന്താണ് കൃത്യമായിട്ട് ഓരോ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഇത് നിങ്ങൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ജൂനിയർ ഏതൊക്കെ പോസ്റ്റിലേക്കാണ്? ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസ്, EME ആൻഡ് TRS, ഡിസൈന്, TRD, വർക്ക്ഷോപ്പ്, ഇതിലേക്കൊക്കെ ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്ത ആളുകൾക്കൊക്കെ ചെയ്യാമെന്നാണ് ഇതിൻ്റെ മീനിങ്. അതേപോലെ ഇതിൻ്റേത് 3 ഇയർ സിവിൽ കഴിഞ്ഞ ആളുകൾക്കാണ് ഇതിലേതൊക്കെ വരുന്നത്? PV ആൻഡ് ബ്രിഡ്ജസ്, ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ഇത് സിവിൽ കഴിഞ്ഞ ആളുകൾക്കാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ കാറ്റഗറി നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതിൻ്റെ കാറ്റഗറി നമ്പേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇതിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രയോറിറ്റി, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. സോ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ RRB ചൂസ് ചെയ്യുന്ന സമയത്ത് ചൂസൻ RRBയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇനി വേക്കൻസീസ് ആണ് പറയുന്നത്. ഞാൻ എല്ലാ വേക്കൻസീസും നമുക്ക് നോക്കുന്നില്ല. നമുക്ക് പ്രധാനപ്പെട്ട RRBയിൽ പോസ്റ്റ് വൈസ് വേക്കൻസിയാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഓരോ ഇത് നോക്കി വെക്കാം, ഓരോ RRB നോക്കി വെക്കാം. ഇത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്, അജ്മീർ, അതൊന്നും മലയാളികൾ പൊതുവെ അപ്ലൈ ചെയ്യാത്ത റീജിയൻസുകളാണ്. ബാംഗ്ലൂർ നമുക്ക് എന്താണ് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മലയാളികൾ അപ്ലൈ ചെയ്യുന്ന ഒരു റീജിയൻ ആണ് അല്ലേ. സോ അവിടുത്തെ വേക്കൻസി നമുക്കിവിടെ കാണാൻ പറ്റും. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പല കാറ്റഗറീസിലാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ RRBയിൽ ബാംഗ്ലൂരിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് അല്ലേ. ബാംഗ്ലൂരിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് എത്ര വന്നിരിക്കുന്നത്? 397 ആണ് അല്ലേ. 397 വേക്കൻസിയാണ് ഇവിടെ വന്നിരിക്കുന്നത് RRBയുടെ ബാംഗ്ലൂർ റീജിയണിൽ വന്നിരിക്കുന്നത് അല്ലേ. RRBയുടെ ബാംഗ്ലൂരിൽ 397 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ALPൻ്റെ കേസിലൊക്കെ ഒരുപാട് വന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഭോപ്പാൽ നോക്കുകയാണെങ്കിൽ, ഭോപ്പാലല്ല, ഇനി നമുക്ക് ആവശ്യമുള്ള ഇതാണ് ഭുവനേശ്വർ വേണ്ട, ബിലാസ്പൂർ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വന്നൊരു സ്ഥലമാണ് അല്ലേ. നമ്മൾ ALPക്ക് വേണ്ടി ഇപ്രാവശ്യം തരക്കേടില്ലാത്തൊരു വേക്കൻസി അവിടെ വന്നിട്ടുണ്ട്. 472 എന്ന് പറയുന്ന വേക്കൻസിയാണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ചണ്ഡീഗഡിൽ 356 വന്നിട്ടുണ്ട്. ചെന്നൈയിൽ മലയാളികൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഒരു റീജിയനാണ് ചെന്നൈയിൽ ശരിക്കും നന്നായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. RRB ചെന്നൈയിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൽ കാര്യമായിട്ട് വേക്കൻസീസ് ഒന്നും വന്നിട്ടില്ലായിരുന്നുവെങ്കിലും ഇവിടെ നന്നായിട്ട് വേക്കൻസി വന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടുത്തെ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 652 വേക്കൻസീസ് ചെന്നൈയിൽ വന്നിട്ടുണ്ട്. സോ ചെന്നൈ ഒരു ഹോട്ട് സോണായിട്ട് മാറുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയനിലൊന്ന് ചെന്നൈ തന്നെയാണ്. RRB ജെയിൽ കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ RRB ജെയിൽ നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ചെന്നൈ കഴിഞ്ഞ് ഗോരഖ്പൂർ കഴിഞ്ഞിട്ട് ജമ്മു ആൻഡ് ശ്രീനഗർ വന്നിട്ടുണ്ട്. കൊൽക്കത്ത വന്നിട്ടുണ്ട്. കൊൽക്കത്തയിലൊക്കെ നന്നായിട്ട് വേക്കൻസീസ് ഉണ്ടാവും കേട്ടോ. കൊൽക്കത്തയിലൊക്കെ നോക്കിയാൽ 660 വേക്കൻസീസ് ഉണ്ട് കേട്ടോ. 660 വേക്കൻസീസ് കൊൽക്കത്തയിൽ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് എല്ലാ റീജിയൻസിലെ വേക്കൻസീസ് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ നന്നായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ഈ സോൺ ഏതാണെന്ന് നോക്കിയാളാം. മുംബൈയിൽ എപ്പോഴും നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ, വേക്കൻസീസ് വരാറുണ്ട്. മുംബൈയിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന് 1377 പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് വളരെ ഹൈ ആയിട്ടുള്ള നമ്പറാണ്. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളൊരു റീജിയൻ കൂടിയാണ്. ആൻഡ് ദെൻ റാഞ്ചി നമ്മൾ ധോണിൻ്റെ സ്ഥലമാണ് അല്ലേ. സെക്കന്ദരാബാദിൽ 599 നല്ല നമ്പർ തന്നെ കേട്ടോ. 590 ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ ട്രിവാൻഡ്രത്തേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്ന വേക്കൻസി ഓഫ് കോഴ്സ് വളരെ കുറഞ്ഞ വേക്കൻസിയെ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വെറും 22 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് എന്താണ് ചെറിയൊരു നമ്പറായിട്ട് 22 അല്ല കേട്ടോ വരിക. 22 അല്ല, 22ഉം ഇവിടെ ഇതും വന്നിട്ട് 22ഉം 28ഉം 50, 50ഉം 17ഉം 67, 67ഉം 72, 82 വേക്കൻസി, 82 വേക്കൻസിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, എവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രിവാൻഡ്രം സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഇതുണ്ടല്ലേ, അല്ല ടോട്ടൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു 26 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു 4, ഇവിടെ ഒരു 9. അപ്പോൾ ടോട്ടൽ 121 വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം റീജിയനിൽ ടോട്ടൽ 121 ഉള്ളൂ. പക്ഷേ ചെന്നൈയിൽ നല്ലെണ്ണുണ്ട്, ബാംഗ്ലൂരിൽ നല്ലെണ്ണുണ്ട്, സെക്കന്ദരാബാദിൽ നല്ലെണ്ണുണ്ട്. ജെയിൻ്റെ കേസിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ കേരളം കൊടുക്കുന്നത് ഹെവി റിസ്ക് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ തീർച്ചയായിട്ടും കേരളം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും എക്സ്ട്രാ ടാലൻറ്റഡ് ആണെങ്കിൽ, അത്രയും ഉറപ്പാണെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കേരളം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു റീജിയൻസ് തന്നെയാണ് സേഫ് ആയിട്ടുള്ള റീജിയൻസ്. സോ സോൺ സെലക്ട് ചെയ്യുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ,
സോ ആസ് എ ടോട്ടൽ 7,951 വേക്കൻസീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇനിയുള്ള ഓരോ ദിവസങ്ങളും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ലീവ് എടുക്കാൻ പറ്റുന്ന ആളുകൾ ലീവൊക്കെ എടുത്ത് പഠിച്ചോളൂ. ഇനി അല്ലെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ലീവൊക്കെ എടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. നല്ല കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു കോമ്പറ്റീഷനിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മികച്ച അധ്യാപകരോടൊപ്പം അവരുടെ മെൻറ്റർഷിപ്പിൽ ലൈവ് സെഷൻസോട് കൂടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗോൾഡ് ബാച്ച് August 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നോട്ടിഫിക്കേഷനിലെ ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വെച്ചുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. Have a nice day.